ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളക്കെഴുന്നള്ളിപ്പിന് ഇനി ഒരാന മാത്രം. ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചതായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നാട്ടാന പരിപാലന ചട്ടം കർശനമാക്കിക്കൊണ്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് ഒരു ആനയെ മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചശീവേലിക്കും വിളക്കെഴുന്നള്ളിപ്പിനുമായി മുൻപ് 3 ആനകളെ വീതമാണ് എഴുന്നള്ളിച്ചിരുന്നത്. അതിനു പകരം ഇനി മുതൽ ഒരാന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏകാദശി ദിവസമായ ബുധനാഴ്ച രാവിലെ 9-ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെയുള്ള എഴുന്നള്ളിപ്പ് ഒരാനപ്പുറത്താക്കി കുറയ്ക്കുകയും എഴുന്നള്ളിപ്പിന്റെ സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ദശമി ദിവസമായ ചൊവ്വാഴ്ച ഗജരാജൻ കേശവൻ അനുസ്മരണത്തിന് ഇനി മുതൽ 5 ആനകൾ മതിയെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. എല്ലാ വർഷവും 20ഓളം ആനകളാണ് കേശവൻ അനുസ്മരണത്തിന് എത്തിയിരുന്നത്. ആനകൾ തമ്മിലുള്ള അകലം, ആനയും ആൾക്കാരും തമ്മിലുള്ള അകലം, ആനയും തീവെട്ടിയും തമ്മിലുള്ള അകലം എന്നിവയിലെല്ലാം ഹൈക്കോടതിയുടെ നിർദ്ദേശം കർശനമായി പാലിക്കുമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ അമ്പലത്തിൽ കാലാകാലങ്ങളിലായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളിൽ പലതിനും മാറ്റങ്ങൾ സംഭവിക്കും.